4:30 നമ്മൾ തെങ്കാശി ബസ് സ്റ്റാൻഡിലെത്തി. 4:40 കൊല്ലം പോകുന്ന ഒരു KSRTC ബസ്സിൽ കയറി യാത്രയും തുടങ്ങി. ഈ ബസ്സാണെങ്കിൽ തെന്മല വഴിയാണ് പുനലൂർ എത്തുന്നത്. നമ്മൾ പുനലൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് അടൂരൊക്കെയുള്ള വേറെ ബസ്സിൽ കയറാനാണ് പ്ലാൻ. ഞങ്ങൾ അവിടെ വന്ന് എൻക്വയറി ചോദിച്ചപ്പോൾ അടൂർ വഴിയുള്ള ബസ് എല്ലാം പോയി എന്ന് പറഞ്ഞു. മേലും 2 മണിക്കൂർ കാത്തിരിക്കേണ്ട സിറ്റുവേഷൻ ഉള്ളത് കാരണം ഞങ്ങൾ പുനലൂരോട്ടുള്ള ബസ്സിൽ കയറി. തെങ്കാശി ബസ് സ്റ്റാൻഡിൽ നിന്നും പുനലൂർ വരെ നമുക്ക് ടിക്കറ്റ് ചാർജായിട്ട് 83 രൂപ വരെ ഈടാക്കുന്നുണ്ട്. 2 മണിക്കൂറത്തെ യാത്രയും വേണ്ടി വരും. ഈ ബസ്സാണെങ്കിൽ ചെങ്കോട്ട, പുളിയറ, ആര്യങ്കാവ്, തെന്മല, പുനലൂർ വഴിയാണ് കൊല്ലം എത്തുന്നത്. നമ്മളാണെങ്കിൽ പുനലൂർ വരെ ഇതിൽ യാത്ര ചെയ്യാൻ പോകുന്നുമുള്ളൂ. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ്റെ ഓവർ ബ്രിഡ്ജിലൂടെയാണ്. കടന്നു വരുമ്പോൾ നല്ല നീർത്തേക്കങ്ങളും കൃഷിസ്ഥലങ്ങളും കണ്ട് ആസ്വദിച്ച് വരാനുള്ള നല്ലൊരു സ്ഥലങ്ങളാണ് ഈ വഴി. തെങ്കാശിയിൽ നിന്നും ഒരു ദിവസം 50 KSRTC സർവീസിന് മേലും കേരളത്തിൽ പല സ്ഥലങ്ങൾക്ക് യാത്ര സർവീസ് നടത്തുന്നുണ്ട്. ഇതിലും നമ്മൾ മെയിനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ കോട്ടയം, തിരുവനന്തപുരം, കൊട്ടാരക്കര, കൊല്ലം എന്നിവയാണ്. പിന്നെ ദീർഘദൂര സർവീസായ എറണാകുളം സർവീസൊക്കെ അവർ നടത്താറുമുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചെങ്കോട്ട ജംഗ്ഷനിലാണ്. തമിഴ്നാട്ടിലെ തെങ്കാശി ഡിസ്ട്രിക്റ്റിൽ ഉള്ള ഒരു അതിർത്തി പട്ടണമായ ചെങ്കോട്ട തമിഴ്നാട്ടിലെ ഏറ്റവും ലാസ്റ്റ് ഒരു മുനിസിപ്പാലിറ്റി ഉള്ള പട്ടണം കൂടി എന്നുള്ളൊരു പ്രത്യേകതയും ഈ ചെങ്കോട്ടയ്ക്കുണ്ട്. ചെങ്കോട്ടയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വിവിധ സ്ഥലങ്ങൾക്ക് യാത്ര നടത്താൻ ട്രെയിനും ബസ് സർവീസുകളും ലഭ്യമാണ്. നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലുമാണ്. അങ്ങനെ ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്രക്കാരെ കയറ്റി യാത്ര തുടരുന്നു. തെങ്കാശിയിൽ നിന്നും പുനലൂർ വരെ 59 കിലോമീറ്ററാണ് മൊത്തം ടോട്ടൽ ജേണി. ആ സമയം ചെങ്കോട്ട വരെ 10 കിലോമീറ്ററുമുണ്ട്. ഇനിയും അങ്ങോട്ട് നമുക്ക് 49 കിലോമീറ്ററും കൂടെ യാത്ര ചെയ്യാനുണ്ട് ഈ ബസ്സിൽ. മൊത്തം അടൂർ വരെ തെങ്കാശിയിൽ നിന്നും 87 കിലോമീറ്ററുണ്ട്. മൊത്തം ഡയറക്റ്റ് ബസ്സിൽ പോകുകയാണെങ്കിൽ ഏകദേശം 2.5 മണിക്കൂർ തൊട്ട് 3 മണിക്കൂറിനുള്ളിൽ നമ്മളവിടെ എത്താൻ പറ്റും. ഈ റോഡ് സൈഡിൽ കാണുന്ന നെൽപ്പാടങ്ങൾ കുറേ തമിഴ് സിനിമകളിലും മലയാള സിനിമകളിലും ഷൂട്ടിംഗ് സ്പോട്ടായിട്ട് യൂസ് ചെയ്തുള്ള ഒരു നെൽപ്പാടങ്ങളാണ്. നിരന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ നല്ല കുതിർന്ന് കിടക്കുന്ന നെൽമണികളും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ ഭാഗത്തോട്ടൊക്കെ വന്നാലും നമ്മുടെ കേരളം പോലുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മളെ കൊണ്ട് കാണാൻ പറ്റുന്നത്. ഈ ചെങ്കോട്ട തൊട്ട് പുനലൂർ വരെയുള്ള യാത്രയിൽ മല കയറി ഇറങ്ങിയൊക്കെയാണ് നമ്മുടെ യാത്ര. അയ്യപ്പ സീസൺ ആയതുകൊണ്ടും വഴി നെടുകെ സ്റ്റോളുകളും ചിപ്സുകളും തുടങ്ങിയ കടകളുടെ മേളമാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഈ റോഡ് നമ്മൾ സഞ്ചരിക്കുന്നത് നാഷണൽ ഹൈവേ 208, അതായത് മധുരൈ ജില്ലയുടെ തിരുമംഗലം തൊട്ട് കേരളത്തിലെ കൊല്ലം വരെയുള്ള ഒരു നാഷണൽ ഹൈവേയിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ ഈ സഞ്ചരിക്കുന്ന വഴിയിലാണ് ആര്യങ്കാവിലുള്ള ശാസ്താവ് അമ്പലവും കോട്ടയവാസൽ കറുപ്പസ്വാമി അമ്പലവും ഈ വഴിയിലാണ് നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിക്കും. തെങ്കാശിയിൽ നിന്നും ശബരിമല വരെ പോകുന്നവർക്ക് പമ്പ വരെ 110 കിലോമീറ്റർ മാത്രമേ തെങ്കാശിയിൽ നിന്നുള്ള ദൂരമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. അത് കാരണം ഈ സൗത്ത് തമിഴ്നാട്ടിലുള്ളവർക്ക് പമ്പ വരെ സഞ്ചരിക്കാൻ ഈ വഴി ഒരു എളുപ്പമാർഗമായിട്ട് ഒത്തിരിയും പേർ കരുതാറുമുണ്ട്. നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പുളിയറ കഴിഞ്ഞുള്ള എസ് വളവാണ്. ഇവിടെ തൊട്ടാണ് നമ്മുടെ ഹിൽ
ഗാഡ് വേ റോഡ് തുടങ്ങുന്നത്. അതായത് മലകളിലൂടെയുള്ള യാത്ര നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്നും കേരളത്തിൻ്റെ അതിർത്തിക്ക് ഇനിയുമുള്ളത് ഏതാനും 1 കിലോമീറ്റർ അല്ലെ 2 കിലോമീറ്റർ ദൂരം മാത്രം. ഇതിന് താഴെ കൂടെ ഓടുന്നതാണ് കൊല്ലത്തിൽ നിന്നും തെങ്കാശി വഴിയിലേക്ക് ഉള്ള റെയിൽവേ പാളം. ഈ വഴിയിൽ ഒരു ദിവസം 4 മുതൽ 8 ട്രെയിൻ വരെ ഇരുമാർഗത്തിലും ഓടാറുണ്ട്. മെയിനായിട്ടുള്ള റൂട്ടുകളിൽ നിന്ന് നോക്കിയാൽ കൊല്ലം തൊട്ട് ചെന്നൈ എഗ്മോറും പിന്നെ എറണാകുളം വേളാങ്കണ്ണി പിന്നെ ഗുരുവായൂർ മധുര എന്നിവയാണ്. പിന്നെ ഷട്ടിൽ സർവീസായ കൊല്ലം മധുര, കൊല്ലം തെങ്കാശി എന്നുള്ള ട്രെയിനുകളും ഈ വഴി ഓടുന്നുണ്ട്. പിന്നെ പാലരുവി എക്സ്പ്രസ് തിരുനെൽവേലി തൊട്ട് പാലക്കാട് വരെ ഓടുന്ന പാലരുവി എക്സ്പ്രസ്സും ഈ വഴിയിൽ ഓടുന്ന ഒരു ട്രെയിനായിട്ടുണ്ട്. കുറേ കാലങ്ങൾ ഈ വഴിയിൽ ട്രെയിൻ യാത്രകൾ ഇല്ലാത്തത് കാരണം പിന്നെ ഒരുപാട് സർവീസുകൾ തുടങ്ങിയിട്ടുമില്ല. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ആര്യങ്കാവാണ്. കേരളത്തിലെത്തിയാൽ പിന്നെ ആദ്യം കാണുന്ന നഗരമാണ് ഈ ആര്യങ്കാവ്. ആര്യങ്കാവ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് പലർക്കും അറിയാൻ പറ്റുന്നത് ഇവിടെ ഉള്ള ഒരു ശാസ്താവിൻ്റെ അമ്പലമാണ്. ആര്യങ്കാവ് എത്തിയതിനു ശേഷവും ലോട്ടറി ടിക്കറ്റുകളുടെ മേളം ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് ലോട്ടറി കടകളുടെ സ്റ്റാൾ. തമിഴ്നാട്ടിൽ നിന്നും ലോട്ടറി വാങ്ങാൻ വരുന്നവർക്ക് ഇത് ഒരു വളരെ ഹെൽപ്ഫുള്ളായിട്ട് ഉള്ള ഒരു സ്ഥലമാണ്. തെങ്കാശിയിൽ നിന്നും 20 രൂപ ടിക്കറ്റ് നിരക്ക് കൊടുത്ത അവരെയും കൊണ്ട് ആര്യങ്കാവ് എത്തി ലോട്ടറി മേടിക്കാൻ സാധിക്കും. തമിഴ്നാട്ടിൽ ലോട്ടറി കച്ചവടം നിരോധനമാണ്. അതുകൊണ്ട് ഒരുപാട് പേർ ഇവിടെ വന്ന് ലോട്ടറി വാങ്ങി തിരികുന്നവരുമുണ്ട്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നതാണ് ആര്യങ്കാവിലുള്ള ശാസ്താവ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. ഇവിടെ മെയിനായിട്ടുള്ള ദൈവം എന്ന് നോക്കിയാൽ അയ്യപ്പനാണ്. അയ്യപ്പൻ്റെ ഒരു രൂപത്തിലുള്ള വിഗ്രഹം ഈ അമ്പലത്തിൽ നമ്മളെ കൊണ്ട് കണ്ട് തൊഴുത് മടങ്ങാൻ സാധിക്കും. ശബരിമല പോകുന്ന മിക്കവാറുമുള്ള അയ്യപ്പന്മാർ ഇവിടെ വന്ന് തൊഴുതിട്ടാണ് പോവാറുള്ളത്. ഇവിടുന്നും പുനലൂർ വരെ ഇനിയും ഒരു 35 കിലോമീറ്ററോളം ഉണ്ട്. ഈ വഴിയിലാണ് കഴുതുരുട്ടി എന്നുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത്. മറ്റേ 13 കണ്ണറ പാലങ്ങളൊക്കെ ഈ വഴിയിലാണ് നമ്മളെ കൊണ്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെയും കുറേ കൊല്ലം ജില്ലയുടെ ടൂറിസ്റ്റ് മേഖലയായ റോസ് മല, പിന്നെ പാലരുവി തുടങ്ങിയ കുറേ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ഈ വഴിയിലൂടെ നമ്മൾ കടന്നു പോകാൻ സാധിക്കും. അവിടെ റോസ് മലയും പിന്നെ പാലരുവിയും എല്ലാം പോകുന്നവർക്ക് ഈ വഴിയിൽ വരുന്ന KSRTC ബസ്സുകളിൽ വന്ന് അതിൻ്റെതായ സ്റ്റോപ്പുകളിൽ ഇറങ്ങി അവിടെ നിന്ന് ജീപ്പോ അല്ലത് ഓട്ടോയോ വിളിച്ച് പോകാൻ സാധിക്കും. ആര്യങ്കാവിൽ നിന്ന് റോസ്മലയ്ക്ക് KSRTCയുടെ ഓർഡിനറി ബസ് സർവീസ് ഉണ്ടെന്നും ഞാൻ കേട്ടു. ഈ സൈഡിലൂടെ ഓടുന്നതാണ് കല്ലട റിവറുടെ ഒരു ഭാഗം. ഈ കല്ലട റിവർ നമ്മുടെ തമിഴ്നാട്ടിൽ ഉള്ള അഗസ്ത്യർ മല എന്നുള്ള ഒരു മലയിൽ നിന്നും തുടങ്ങി കേരളം വഴി ഒഴുകി. ഈ ഭാഗത്തൊക്കെ രാത്രി സമയങ്ങളിൽ വരുന്നവർ സൂക്ഷിച്ച് റോഡുകളിൽ പ്രയാണം ചെയ്യേണ്ട സാഹചര്യം നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കണം. ഏതെന്ന് വെച്ചാൽ ഈ വഴി കൂടെ രാത്രി സമയങ്ങളിൽ മാനും ആനയും കരടി എന്നുപോലുള്ള കാട്ട് ജീവികൾ ഈ വഴി കൂടെ വരാനൊക്കെ സാധ്യത ഉള്ളത് വളരെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് 13 കണ്ണറ പാലമാണ്. നമ്മൾ മുന്നേ പറഞ്ഞ റെയിൽ പാളത്തിൻ്റെ ഒരു മെയിനായ അട്രാക്ഷൻ സ്പോട്ടാണ് ഈ 13 കണ്ണറ പാലം. ഈ 13 കണ്ണറ പാലത്തിൻ്റെ മേളിൽ കൂടെ ട്രെയിൻ പോകുന്ന കാണാൻ ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. ഈ വഴി കൂടെ വരുന്നവർ മാക്സിമം സ്പീഡ് ലിമിറ്റായിട്ട് 30 kmph തൊട്ട് 50 kmph വരെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ അവരുടെ യാത്ര സുഖമായിട്ട് എത്തും എന്നുള്ളത് നമ്മളെ കൊണ്ട് പറയാൻ പറ്റും. ഇത് കഴിഞ്ഞുള്ള മെയിനായ സ്റ്റോപ്പ് എന്ന് വെച്ചാൽ തെന്മലയാണ്. തെന്മല എന്ന് പറയുന്നത് തെക്കൻ മല എന്നും ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ ആയാൽ നിറയെ സ്പോട്ടുകൾ എന്ന് വെച്ചാൽ നിറയെ സ്പോട്ടുകൾ എന്ന് നമ്മൾ പറയുന്നതിലും ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്പോട്ടുകൾ ഒത്തിരിയും നമ്മളെ കൊണ്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കടന്നു വരുന്നത് തെന്മലയുടെ ജംഗ്ഷനിൽ നിന്നും തെന്മല ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത്. തെന്മല ഡാം ഞാൻ പറഞ്ഞ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡാമാണ്.
ഈ വഴിയിൽ കൂടെ വരുവാണെങ്കിൽ, ഡാം വഴി നിങ്ങൾ വരുവാണെങ്കിൽ 2 ഹെയർ പിൻ ബെൻഡുകൾ നിങ്ങളെ കൊണ്ട് കയറാനും സാധിക്കും. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വേണമെന്ന് ഉള്ളവർ ഈ തെന്മല ഡാം ഫ്രണ്ടിൽ കൂടെയുള്ള വഴിയിൽ വന്നാൽ നമ്മളെയും കൊണ്ട് ഈ 2 ഹെയർ പിൻ ബെൻഡുകൾ കയറി ഇറങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റും. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കല്ലട ഡാമിൻ്റെ ഫ്രണ്ടിലാണ്. കല്ലട ഡാമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് റൈറ്റ് വെച്ച് പിടിച്ചാൽ നമ്മൾ പുനലൂരേക്കും, നേരെ വെച്ച് പിടിച്ചാൽ കുളത്തൂപ്പുഴ വഴി തിരുവനന്തപുരം പോകുന്ന വഴിയാണത്. തിരുവനന്തപുരം വരെ പോകുന്നവർ തെന്മല ഡാമിൽ നിന്ന് നേരെയുള്ള വഴിയിൽ പോയാൽ നമ്മൾ തിരുവനന്തപുരത്ത് എത്തും. ആ സമയം റൈറ്റ് എടുത്താൽ ഒറുകുന്ന് എടമൺ വഴി പുനലൂരിലും എത്താൻ സാധിക്കും. മിക്കവാറും ഈ വഴി കൂടെ വരുന്നവരെല്ലാവരും കൊല്ലം ഭാഗത്തേക്ക് പോകുന്നവരായിരിക്കും. വളരെ ചുരുക്കത്തിലുള്ളവരായിരിക്കും തിരുവനന്തപുരം പോകാനുള്ളവർ ഈ വഴി കൂടെ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ സമയം 5:40 ഏകദേശം 1 മണിക്കൂറിലും അധികമായി നമ്മുടെ യാത്ര തെങ്കാശിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ സമയം 5:40 ഇപ്പോഴത്തെ സീസൺ കാരണം നല്ലപോലെ ഇരുട്ടാനും തുടങ്ങി 6 മണിയാകുമ്പോഴത്തേക്കും. ഇപ്പോൾ നമ്മൾ ഇടമണ്ണൊക്കെ കഴിഞ്ഞ് പുനലൂരിൻ്റെ അടുത്തുള്ള ഒരു റെയിൽവേ പാളത്തിന് ട്രാഫിക്കിന് വേണ്ടി കാത്തിരുന്ന് കുറച്ച് നേരം വൈകിയായിരുന്നു. ഈ പാലം എന്ന് വെച്ചാൽ ഒരു സമയം ഒരു സൈഡിൽ മാത്രം വാഹനം പോകാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു ചെറിയ ക്രോസിംഗ് പാലമാണ്. ഇത്രയുമായിട്ടും ഈ പാലങ്ങളൊന്നും ഇപ്പോഴും പുതുക്കി പണിഞ്ഞിട്ടില്ല. എന്തുവാണാവോ. ഇപ്പോൾ നമ്മൾ പുനലൂരിലെത്തിയ ഉടൻ തന്നെ നമ്മൾ കായംകുളം പോകുന്ന ഒരു ഓർഡിനറി ബസ്സിൽ കയറി അപ്പോൾ തന്നെ അടൂരേക്ക് യാത്രയും തിരിച്ചു. ഇപ്പോൾ നമ്മൾ സൈഡിൽ കാണുന്നത് പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഇത് ഏകദേശം 200 വർഷത്തോളം പഴമയുള്ള ഒരു ബ്രിട്ടീഷുകാർ പണിഞ്ഞ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന വഴി എന്ന് വെച്ചാൽ കായംകുളം പുനലൂർ വഴിയുള്ള ഒരു റോഡിലൂടെയാണ്. ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയും കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ അടൂരിലും എത്തി. എന്തായാലും ഫാസ്റ്റ് പാസഞ്ചറും വിടെ ഈ ഓർഡിനറി സർവീസ് നല്ല ഫാസ്റ്റായിരുന്നു എൻ്റെ വിഷനിൽ. എന്നു വെച്ചാൽ ഈ ബസ് രാത്രി കാലത്ത് ഈ റോഡിൽ കൂടെ വരുമ്പോൾ അധികം പേരും ബസ്സിലില്ലായിരുന്നു. അത് കാരണം ഈ വാഹനം പെട്ടെന്ന് നമ്മൾ അടൂർ എത്താനും സാധിച്ചു. ഏകദേശം നമ്മൾ ഒരു 4:40 തെങ്കാശിയിൽ നിന്നും തുടങ്ങി 7 മണിയായപ്പോഴത്തേക്കും നമ്മൾ അടൂർ ബസ് സ്റ്റാൻഡിലും നമ്മൾ എത്തിച്ചേർന്നു. ഈ യാത്ര ഒരു മനോഹരമായി എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ആദ്യത്തെ മലയാളത്തിലുള്ള ഒരു വ്ലോഗാണിത്. എൻ്റെ മലയാളം ഇഷ്ടപ്പെട്ടവർ ഒന്ന് കമൻറ്റിൽ പറയുക എങ്ങനെയുണ്ട് എന്ന്. ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ വേണം എന്നും നിങ്ങൾ കമൻറ്റിൽ പറയുക. എനിക്കിതൊരു പുതിയ അനുഭവം ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സജഷനും പറയുക. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി മലയാളം ഇഷ്ടപ്പെട്ടാൽ മലയാളത്തിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഞാനിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബൈ. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ എനിക്ക് സപ്പോർട്ടും ചെയ്യുക.